കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാമങ്ങളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഫിലിപ്പി 2:11. ദൈവത്തെ സംബന്ധിച്ച് എപ്പോഴും വലിയ വിജയം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ സമർപ്പണമാണ്, അല്ലാതെ യുദ്ധം ചെയ്യുകയല്ല, അഥവാ മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ടല്ല. ഈശോ വാസ്തവത്തിൽ ഒരു യുദ്ധം ചെയ്തിട്ടുണ്ട്. അത് സ്നേഹിച്ചുകൊണ്ടാണ്, അല്ലാതെ മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ടല്ല. രാജാക്കന്മാർ ചെയ്യുന്നത് പോലെ വെട്ടുകീഴ്പ്പെടുത്തുന്ന തരത്തിലുള്ള യുദ്ധമല്ല അവിടുത്തേത്, സ്നേഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത്. യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാമങ്ങളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഫിലിപ്പി 2:11. എന്നാൽ യേശുക്രിസ്തു കുരിശിൽ മരിക്കുകയാണ് ചെയ്തത്, അല്ലേ? അവിടുന്ന് ദൈവമായിട്ട് പോലും നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചു. ഒന്നാമതായി അവിടുന്ന് മരിക്കാൻ അങ്ങനെ നമുക്ക് വേണ്ടി ആഗ്രഹിച്ചു. ദൈവപുത്രനെ ആഗ്രഹത്തോടെ അവിടുന്ന് പരിപൂർണമായി അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. അങ്ങനെ ദൈവത്തിന്റെ ആഗ്രഹത്തെ പരിശുദ്ധ അമ്മ സഹകരിച്ചു. കുരിശിൽ ഈശോ തറച്ച സമയത്തും അവിടുന്ന് മടിയിൽ കിടത്തിയ സമയത്തും അതിനുശേഷം ഈശോയുടെ ശിഷ്യന്മാർ ഓടിപ്പോയ സമയത്തും വലിയ സങ്കടങ്ങൾ തുടർച്ചയായ ജീവിതത്തിൽ വന്നിട്ടും ദൈവത്തോട് ഒരു വിധത്തിലുള്ള അനുസരണക്കേടോ മറ്റോ ഒന്നും ഇല്ലാത്തവളായി അനുസരണയോടെ കൂടി നിന്നു. അവിടുന്നാണ് ദൈവത്തെ അവളെ മഹത്വപ്പെടുത്തിയത്. മറിയം ത്രിലോകരാജ്ഞി എന്ന് നമ്മൾ വിളിക്കുന്നത് അവിടുത്തെ അനുസരണമാണ്. പുത്രനെ എല്ലാത്തിനേക്കാളും ദൈവത്തിനെ മഹത്വപ്പെടുത്തി എന്ന് പറയുന്നത് ഒരു കോഴിയാണെങ്കിൽ ദേഷ്യം വന്നാൽ കുത്തുകയെങ്കിലും ചെയ്യും, ഒരു പോത്താണെങ്കിൽ കുത്തുകയെങ്കിലും ചെയ്യും. അതിനേക്കാളൊക്കെ ചെയ്യാൻ കഴിവുണ്ടായിട്ടും ക്ഷമയോടെ അവസാനം വരെ വിശ്വാസത്തിൽ നിലനിൽക്കൂ എന്നുള്ളതാണ്. നമുക്കും അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഫിലിപ്പി 2:11. യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാമങ്ങളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അവൻ രാജാവാണ്.